ആദ്യമേ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് പാത്രം ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയും 2 ഗ്രാമ്പും 1 തക്കോലവും കുറച്ച് 1 ടീസ്പൂണോളം പെരുംജീരകവും നമുക്കിതിനകത്ത് ചേർക്കാം. ഒന്ന് എണ്ണയിൽ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിൽ ചേർക്കാം. ഈ സവാള വഴറ്റാൻ പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇത്തിരി ചേർക്കാം. ഒരു മിനിറ്റിന് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ സവോളയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് ആകുമ്പോൾ ഇതിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടേക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ എന്ത് കഴിഞ്ഞിട്ട് അടി പിടിക്കാതെ നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരാൻ ഇച്ചിരി ചേർക്കാം. ഈ സ്റ്റേജിൽ തീ ഒന്ന് അല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിതിൽ ചേർക്കാനുള്ള മസാലപ്പൊടിയൊക്കെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണിന് ഇച്ചിരി കുറവായിട്ട് ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഞാനിപ്പോൾ ഇന്ന് 1/2 കിലോ ചിക്കനാണ് എടുത്ത് ക്ലീൻ ചെയ്ത്
ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നല്ലോണം ഈ മസാലക്കൂട്ടുമായിട്ട് ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ചേർക്കരുത്, ചിക്കൻ വെള്ളം വിടും. നമുക്ക് ഈ ചിക്കൻ വേകാനുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർക്കാം. നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കാരണം നോക്കി ചേർക്കണം. ഇപ്പം നോക്കിയാൽ ഒട്ടും വെള്ളം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മളൊന്നൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്കും ചിക്കൻ നല്ലോണം വെള്ളം വിട്ടിട്ടുണ്ടാവും. അടച്ചു വെക്കാം നമുക്ക്. എന്താ ഇത്രയും വെള്ളം വിട്ടിട്ടുണ്ട് ഇപ്പൊ ചിക്കൻ തന്നെ. നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് അടി വിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ ഇത്രയും വെള്ളം വിട്ടിട്ടുണ്ട്. ചിക്കൻ ഒരു 80% കുക്കായി. ഈ സ്റ്റേജിൽ നിങ്ങൾക്കിപ്പോൾ ഇതിന് മേളിൽ വെള്ളം വേണം എന്നാണെങ്കിൽ ചേർത്തോളൂ. എനിക്ക് ഇത്രയും മതി. എനിക്ക് ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, കാരണം എനിക്ക് ഇത്രയും മതി. പിന്നെയും കൂടി അത് ഫുള്ളാ കുക്ക് ചെയ്യാൻ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ കറി നല്ലോണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇറച്ചിയും നല്ലോണം വെന്ത് ഇത്രയും മതിയാവും. ഇപ്പം ഈ സ്റ്റേജിൽ കുരുമുളക് ആഡ് ചെയ്യാം. എനിക്ക് ഇച്ചിരി കുരുമുളക് കൂടുതലായിട്ടാണ് ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ. കുരുമുളക് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. കുരുമുളക് ചേർത്ത് കഴിയുമ്പോൾ കറി ചെറുതെ കുറുകാൻ തുടങ്ങും. ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തുകൂടി ഇടുക. ഇവിടുത്തെ വെളിച്ചെണ്ണ ഇച്ചിരി കട്ടിയാണ്. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഇട്ട ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ കരിവേപ്പില അതിട്ട് വിടാം. വിട്ടിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 20 സെക്കൻഡായി. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കി വെക്കാം. അടുപ്പ് ഓഫാക്കിയിട്ട് നമ്മൾ ഈ ഇട്ട കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റും കൂടി അടുപ്പ് ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസ് ആൻഡ് ഫീഡ്ബാക്സ് കമൻറ്റ് ചെയ്യണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
ബൈ.